ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ ചെറുപയറും മത്തനും കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു 150 ഗ്രാം പയർ 1 മണിക്കൂർ ഒന്ന് കുതിർത്തിയ ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 150 ഗ്രാം മത്തനും കൂടി കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കുക്കായി വരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് പ്രഷർ കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പയറും മത്തനുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ ആവിയൊക്കെ നന്നായി പോയ ശേഷം നമുക്കിതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി ചെറിയ ചൂടിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അതിനായി ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതും ഒരു 3-4 വറ്റൽ മുളകും പിന്നെ കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിശ്ശേരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള എരിശ്ശേരി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഈ കറി നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ മത്തൻ കറി ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.